1999 ഏറ്റവും വലിയ വിജയങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് ദിലീപിൻ്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ ദിലീപ്, ബിജു മേനോൻ, ലാൽ, സംയുക്ത വർമ്മ, കാവ്യ മാധവൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച ചിത്രമായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. മൂൺ സ്റ്റാർ ക്രിയേഷൻസിൻ്റെ ബാനറിൽ ജോജു ജോയ്, ജോൺ റാഫി എന്നിവരായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. 98-ൽ താൻ ആദ്യമായി സംവിധാനം ചെയ്ത മറവത്തൂർ കനവിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം ലാൽ ജോസ് ഒരുക്കിയ ചിത്രമായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. വിദ്യാസാഗർ ഈണം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട ജോഡികളിലൊന്നായ കാവ്യ മാധവൻ, ദിലീപ് കൂട്ടുകെട്ട് ആദ്യമായി ഒരുമിച്ച ചിത്രമായിരുന്നു ഇത്. മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ നേടി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 99-ലെ മറ്റൊരു വിജയ ചിത്രമായിരുന്നു വിനയന്റെ ഇൻഡിപെൻഡൻസ്. VC അശോക് തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിൽ വാണി വിശ്വനാഥും ഇന്ദ്രജയും കലാഭവൻ മണിയും ഖുഷ്ബുവുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ചിത്രത്തിൽ വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ആ കാലത്ത് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനായിരുന്നു വിനയൻ. അദ്ദേഹത്തിൻ്റെ ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിലുള്ള പ്രതീക്ഷ ഇൻഡിപെൻഡൻസിന് സഹായകമായി. മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തത്. സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകിയ ഗാനങ്ങൾ ചിത്രത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. 99-ലെ ഏറ്റവും വലിയ 8ാമത്തെ വിജയം. സത്യൻ അന്തിക്കാട്, ജയറാം, തിലകൻ എന്നിവരെ നായകന്മാരാക്കി സംവിധാനം ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. സംയുക്ത വർമ്മയുടെ ആദ്യ ചിത്രമായിരുന്നു ഇത്. പതിവ് സത്യനന്ദിക്കാട് ചിത്രങ്ങളെ പോലെ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി എത്തിയ ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ലോഹിതദാസ് ആയിരുന്നു. ജോൺസൺ സംഗീതം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. തിയേറ്ററിലെത്തി കുടുംബ പ്രേക്ഷകർക്കിടയിൽ മികച്ച അഭിപ്രായം നേടി വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. ജയറാം, തിലകൻ, KPAC ലളിത, സംയുക്ത വർമ്മ, സിദ്ദിഖ്, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, കുതിരവട്ടം പപ്പു, രാജേന്ദ്രൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഏറ്റവും വലിയ 7ാമത്തെ വിജയം. അനിൽ ബാബു സംവിധാനം ചെയ്ത ജയറാം ചിത്രം പട്ടാഭിഷേകം. ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, മോഹിനി എന്നിവരായിരുന്നു ജയറാമിനൊപ്പം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. പ്രാർത്ഥന ഫിലിംസിന്റെ ബാനറിൽ R ബാലചന്ദ്രൻ, KB രാജു എന്നിവരായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിന് സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ് ആയിരുന്നു. ജയറാമിൻ്റെ 99-ലെ മറ്റൊരു ഹിറ്റ് ചിത്രമായി പട്ടാഭിഷേകം മാറി. കോമഡി ട്രാക്കിൽ കഥ പറഞ്ഞ ചിത്രത്തിൽ ജയറാം, ഹരിശ്രീ അശോകൻ ടീമിൻ്റെ കോമഡി സീനുകളായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടെത്തിയ ഈ ചിത്രം മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. ഏറ്റവും വലിയ 6ാമത്തെ വിജയം. വിനയൻ സംവിധാനം ചെയ്ത ഹൊറർ ചിത്രം ആകാശഗംഗ. ബെന്നി P നായരമ്പലമാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചത്. ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന മനോഹര ഗാനങ്ങൾ ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ഹൊറർ കോമഡി ജോണറിലെത്തിയ ഈ ചിത്രം വിനയന്റെ കരിയറിലെ തന്നെ മികച്ച വിജയങ്ങളിൽ ഒന്നായി മാറി. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ആകാശഗംഗ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. മലയാളത്തിലെ മികച്ച ഹൊറർ ചിത്രങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് ആകാശഗംഗ. ദിവ്യ ഉണ്ണി കേന്ദ്ര കഥാപാത്രമായെത്തിയ ഈ ചിത്രത്തിൽ മയൂരി, റിയാസ്, മുകേഷ്, ഇന്നസെന്റ്, ജഗദീഷ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 99-ലെ ഏറ്റവും വലിയ 5ാമത്തെ വിജയം. മറ്റൊരു വിനയൻ ചിത്രമായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. പള്ളാശ്ശേരിയാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി തിയേറ്ററിലെത്തിയ ഈ വിനയൻ ചിത്രം അഭൂതപൂർവമായ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയത്. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ഈ ചിത്രത്തിന് കുടുംബ പ്രേക്ഷകർ തന്നെയാണ് കൂടുതലായി തിയേറ്ററിലെത്തിയത്. കലാഭവൻ മണിയുടെ ഗംഭീര പ്രകടനമാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. ഒരു മലയാള നടൻ്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ പരിഗണിക്കാവുന്ന ഗംഭീര പെർഫോമൻസ് ആണ് കലാഭവൻ മണി നടത്തിയത്. ചിത്രത്തിലെ പ്രകടനത്തിന് കലാഭവൻ മണിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. മോഹൻ സിത്താര ഈണം നൽകിയ മികച്ച ഗാനങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. ചിത്രത്തിലെ എല്ലാ പാട്ടുകളും തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. കലാഭവൻ മണിക്കൊപ്പം സായികുമാർ, ജനാർദ്ദനൻ, ഇന്ദ്രൻസ്, അഗസ്റ്റിൻ, ഭരത് ഗോപി, കാവേരി, പ്രവീണ, വാണി വിശ്വനാഥ് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. 99-ലെ ഏറ്റവും വലിയ 4ാമത്തെ വിജയം. കമൽ സംവിധാനം ചെയ്ത നിറം. ശത്രുഘ്നൻ തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിന്റെ കഥ ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെതായിരുന്നു. ആ കാലത്തെ ഹിറ്റ് ജോഡികളായിരുന്ന കുഞ്ചാക്കോ ബോബൻ, ശാലിനി ടീം ഒരുമിച്ച ചിത്രമായിരുന്നു ഇത്. ചാക്കോച്ചനും ശാലിനിക്കുമൊപ്പം ജോമോൾ, ബോബൻ ആലമൂടൻ, ലാലു അലക്സ്, ദേവൻ, അംബിക, ബിന്ദു പണിക്കർ, KPAC ലളിത തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അനിയത്തിപ്രാവിന് ശേഷം കുഞ്ചാക്കോ ബോബൻ, ശാലിനി ടീമിന്റെ മറ്റൊരു വമ്പൻ വിജയ ചിത്രമായി നിറം മാറി. ക്യാമ്പസ് ചിത്രമായി തിയേറ്ററിലെത്തിയ നിറം യുവ പ്രേക്ഷകരെ ഒന്നാകെ ആകർഷിച്ച് വമ്പൻ വിജയമാണ് നേടിയെടുത്തത്. വിദ്യാസാഗർ ഈണം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായിരുന്നു.
ചിത്രത്തിലെ ഗാനങ്ങളാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ വമ്പൻ വിജയം നേടുന്നതിൽ ഏറ്റവും സഹായകമായി മാറിയതെന്ന് പറയാം. 99-ലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വിജയം. സുരേഷ് ഗോപിയെ നായകനാക്കി രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത പത്രം. വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം തിയേറ്ററിലെത്തിയ പത്രം വമ്പൻ വിജയമാണ് നേടിയത്. ലേലത്തിന് ശേഷം ജോഷി, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി ടീം ഒരുമിച്ച ഈ ചിത്രത്തിൽ നായികയായി എത്തിയത് മഞ്ജു വാര്യരായിരുന്നു. വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ ഈ ചിത്രം ആ ഹൈപ്പിനോട് നീതി പുലർത്തി ഗംഭീര അഭിപ്രായമാണ് നേടിയത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി പത്രം മാറി. രഞ്ജി പണിക്കർ ഒരുക്കിയ തീപ്പൊരി ഡയലോഗുകളായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, NF വർഗീസ്, മുരളി, ബിജു മേനോൻ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരുടെ ഗംഭീര പ്രകടനമായിരുന്നു ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. 99-ൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ജോഷിയുടെ പത്രം സ്വന്തമാക്കിയത്. സുരേഷ് ഗോപിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വിജയം നേടിയ ചിത്രങ്ങളിൽ ഒന്നായി പത്രം മാറിയിരുന്നു. 99-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയം. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് നിർമ്മിച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ഉസ്താദ്. ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന പരമാവധി ഹൈപ്പിലാണ് ഈ ചിത്രം തിയേറ്ററിലെത്തിയതെന്ന് പറയാം. ആറാം തമ്പുരാൻ എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം രഞ്ജി പണിക്കർ മോഹൻലാലിന് വേണ്ടി തൂലിക ചലിപ്പിച്ച ചിത്രമായിരുന്നു ഉസ്താദ്. ഷാജി കൈലാസ് സംവിധായകന്റെ കുപ്പായത്തിൽ നിന്ന് മാറി നിർമ്മാതാവായ ചിത്രം, സിബി മലയിൽ സംവിധായകനായ ചിത്രം. ആ കാലത്ത് മോഹൻലാലിന്റെ മാസ് ചിത്രങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യവും ജനപ്രീതിയും മുതലെടുത്തുകൊണ്ടാണ് ഉസ്താദ് തിയേറ്ററിലെത്തിയത്. വമ്പൻ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ ചിത്രം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി. എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തു. ഉസ്താദായും പരമേശ്വരനായും മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രത്തിൽ ദിവ്യ ഉണ്ണി, രാജീവ്, വിനീത്, സായ്കുമാർ, ഇന്ദ്രജ, ജനാർദ്ദനൻ, ഇന്നസെന്റ്, NF വർഗീസ്, വാണി വിശ്വനാഥ്, നരേന്ദ്രപ്രസാദ്, ഗണേഷ് കുമാർ തുടങ്ങി വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു. വിദ്യാസാഗർ ആയിരുന്നു ചിത്രത്തിന് സംഗീതം നിർവഹിച്ചത്. മികച്ച രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. 99-ലെ ഏറ്റവും വലിയ വിജയം. സിദ്ദിഖ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ഫ്രണ്ട്സ്. ലാൽ നിർമ്മാണ പങ്കാളിയായെത്തിയ ഈ ചിത്രത്തിൽ ജയറാമായിരുന്നു നായകൻ. 3 സുഹൃത്തുക്കളുടെ ആത്മബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തിൽ ജയറാമിനൊപ്പം മുകേഷും ശ്രീനിവാസനും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തി. അരവിന്ദനായി ജയറാമും, ചന്തുവായി മുകേഷും, ചക്കച്ചാമ്പറമ്പിൽ ജോയിയായി ശ്രീനിവാസനും എത്തിയ ചിത്രത്തിൽ ഇവരോടൊപ്പം വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ജയറാമിന്റെ നായികയായി മീന എത്തിയ ചിത്രത്തിൽ ദിവ്യ ഉണ്ണി മറ്റൊരു നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ജഗതി ശ്രീകുമാർ, ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ, VK ശ്രീരാമൻ, TP മാധവൻ, സുകുമാരി, സീനത്ത്, മച്ചാൻ വർഗീസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇളയരാജയായിരുന്നു ചിത്രത്തിന് സംഗീതം നിർവഹിച്ചത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു. 99-ലെ ഏറ്റവും വലിയ വിജയമായി ഫ്രണ്ട്സ് മാറിയത് കുടുംബ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ടാണ്. സിദ്ദിഖ് ലാൽ ടീമിന്റെ സ്ഥിരം ശൈലിയിലുള്ള ചിത്രം തന്നെ ആയിരുന്നു ഫ്രണ്ട്സ്. മികച്ച കോമഡി രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഫ്രണ്ട്സ് അക്കാലത്ത് വലിയ വിജയം തന്നെയാണ് നേടിയെടുത്തത്. ഫ്രണ്ട്സിന്റെ വലിയ വിജയത്തോടെ 99-ലെ ഏറ്റവും വലിയ 10 വിജയങ്ങളിൽ 3 ജയറാം ചിത്രങ്ങളായി മാറി.